ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിർണായകമായ സൗഹൃദ മത്സരത്തിന് വേണ്ടി ബ്രസീൽ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ കരുത്തരായ ഫ്രാൻസ് ആണ്. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 ഈ ഒരു മത്സരം നടക്കുക. അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിനുള്ള ബ്രസീലിന്റെ സ്റ്റാർട്ടിംഗ് 11 ഏറെക്കുറെ കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ 11 നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എഡേഴ്സൺ തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ബെൻഡോ വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല എന്നും ഇപ്പോൾ ESPN ബ്രസീൽ പറയുന്നുണ്ട്. ഇനി വിങ് ബാക്കുമാരായിക്കൊണ്ട് വെസ്ലിയും ഡഗ്ലസ് സാന്റോസും ആയിരിക്കും ഉണ്ടാവുക. സെന്റർ ബാക്ക് പൊസിഷനിൽ റോജർ ഇബാനസും ലിയോ പെരേരയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം മാർക്കിഞ്ഞോസിന് പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തേക്കില്ല. റോജർ ഇബാനസും ലിയോ പെരേരയുമായിരിക്കും സെന്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാവുക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസെമിറോ, ആൻഡ്രേ സാന്റോസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 4 മികച്ച താരങ്ങളെ ഉൾപ്പെടുത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. റാഫീഞ്ഞ, മാത്യൂസ് കുഞ്ഞ, ഗബ്രിയൽ മാർട്ടിനെല്ലി, വിനീഷ്യസ് ജൂനിയർ എന്നിവരായിരിക്കും മുന്നേറ്റ നിരയിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി ഒരുപക്ഷെ മാർട്ടിനെല്ലിക്ക് പകരം ജാവോ പെഡ്രോ വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയായിരിക്കും ബ്രസീലിന്റെ ഒരു പോസിബിൾ 11 എന്നാണ് ESPN ബ്രസീൽ പറഞ്ഞിട്ടുള്ളത്. ശക്തമായ ഒരു മുന്നേറ്റ നിരയെ അവകാശപ്പെടാൻ ബ്രസീലിന് കഴിയുന്നുണ്ട്. പക്ഷെ ഡിഫൻസിലാണ് പ്രശ്നം. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത താരങ്ങളാണ് ഡിഫൻസിൽ ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.